ഈ വെറും എന്നുള്ള ടൈറ്റിൽ എവിടെ നിന്നാ വന്നത്? അതെന്താ വെച്ചാൽ ഞാൻ റേഡിയോയിലായിരുന്നല്ലോ ആദ്യം. അപ്പം ഞാൻ നിൽക്കുന്ന റേഡിയോയിൽ അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആ റേഡിയോയുടെ പേരിടണം. അങ്ങനെ ഞാൻ മിർച്ചി വർഷാന്നായിരുന്നു എൻ്റെ പേരുണ്ടായിരുന്നത്. റേഡിയോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് പൊതുവേ ഇങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ ചെയ്യില്ല. ഞാൻ കുറച്ച് സമയം എടുത്ത് സാവകാശം എടുത്ത് അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഞാൻ പേര് മാറ്റിയില്ല. അപ്പോൾ എൻ്റെ HR എൻ്റെ PH വിളിച്ചിട്ട് പറഞ്ഞു, വർഷം എന്താ പേര് മാറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആലോചിക്കുന്നു 3 വർഷം ഞാൻ പണിയെടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് അവരെന്നെ തള്ളി പറഞ്ഞു എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. ഈഗോ പെട്ടെന്ന് അടിക്കും ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ പേര് മാറ്റണം. അപ്പം എങ്ങനെ മാറ്റും എന്ന് വിചാരിച്ചപ്പം എല്ലാവരും റേഡിയോന്ന് ഇറങ്ങുമ്പോൾ RJ കൂട്ടിയിട്ട് ഇടാറ്. RJ വർഷ അല്ലെങ്കിൽ ഏത് ബ്രാൻഡിൽ നിന്ന് ഇറങ്ങിയാലും RJ പൊതുവെ എല്ലാവരും ഇടാറുണ്ട്. ചിലർ ഇടാത്തവരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം RJ വർഷ തന്നെ ഇട്ടത്. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചു, വേണ്ട, ഇനി അങ്ങനത്തെ ഒരു ജോലി അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്ലെയിൻ ആയിട്ടൊരു പേരിടാം, എന്നാൽ വെറും വർഷാന്നിടാം. എനിക്ക് എന്തോ ആ നേരത്തെ ആ ഒരു പേര് വന്നു, ഞാനത് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ എൻ്റെ അറിയാവുന്ന ആൾക്കാർ എന്ത് പേരാടി എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ പേരിലാണ് ഇപ്പൊ എല്ലാരും എന്നെ വെറും എന്താ വിളിക്കാറ്, എന്റെ ഫോണിൽ സേവ്ഡ് എങ്ങനെയാണെന്നറിയോ? RJ വർഷാന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുന്നവിടെ നമ്മൾ എവിടെയാ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഷോപ്പിങ്ങിന് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരാളിങ്ങനെ മാസ്ക് ഒക്കെ കെട്ടി കണ്ട പരിചയം, പ്രത്യേകിച്ച് ഇപ്പൊ ആൾക്കാർ മാസ്ക് ഇടുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കും. പുള്ളിക്കാരത്തിനെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്, കണ്ട പരിചയം. പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. ഞാൻ അന്ന് തന്നെ ഇൻഫാക്ട് ആ ആഴ്ച തന്നെ വിചാരിക്കുകയായിരുന്നു കോൺടാക്ട് ചെയ്യണം, വിളിക്കണം എന്നുള്ള. ഇനി നമ്പറുള്ള കാര്യം അറിയില്ലായിരുന്നു, കാരണം RJ രൂപത്തിലാണല്ലോ എന്നെ കോൺടാക്ട് ചെയ്തത് ആദ്യമായിട്ട്. ഈ RJന്ന് VJയിലേക്ക് ആവുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് തോന്നാറുണ്ടോ ഈ മീഡിയത്തിന്റെ ഡിഫറൻസ് കാരണം? അതായത് ഞാൻ RJ വരുന്ന സമയത്ത് ഞാൻ അത്ര ഒരു കിടിലം RJ ഒന്നല്ലായിരുന്നു, നോർമൽ ഒരു സാധാരണ ഒരു RJ മാത്രമല്ല. നമ്മളാരും കാണുന്നില്ലല്ലോ. ഇപ്പം ഞങ്ങളുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കുറേ RJs ആ സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളൊന്ന് പേരുണ്ടാക്കി എടുക്കാൻ ഭയങ്കര പാട് തന്നെയായിരുന്നു. അപ്പം 3 വർഷം കൊണ്ട് തന്നെ എത്ര പേർക്ക് RJ വർഷനെ അറിയുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ TV വന്ന സമയത്ത് അതായത് എൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിന്റും മോശം കാര്യം ഒന്നാണ്, എനിക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെ അതേപോലെ ടെലിവിഷനിൽ പോയി സംസാരിച്ചപ്പം ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് എൻ്റെ മലപ്പുറം ഭാഷ ഇഷ്ടമാണ്, ഞാൻ സാധാരണ പോലെ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, കൊള്ളാം, വർഷം സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം മുഖം ആൾക്കാർക്ക് അറിയാം, കുറച്ച് പേർക്കെങ്കിലും. RJ എന്ന സമയത്ത് ശബ്ദം കുറച്ചൊരു കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അത്ര ഒരു വലിയ സൂപ്പർ ഹിറ്റ് ഷോ ഒന്നുമല്ല ചെയ്തത്, അതുകൊണ്ട് അത്ര പേർക്കൊന്നും അറിയില്ല. TV വന്നപ്പം ഏഷ്യാനെറ്റാണ്, പിന്നെ സ്റ്റാർ സിംഗറാണ്. അവർ ഓൾറെഡി അടിപൊളി ആയതുകൊണ്ട് അതിൻ്റെ ഭാഗം ആയതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ അറിയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? അയ്യോ, അത് ഭയങ്കര എപ്പിക് റിയാക്ഷൻ ആയിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന്. കാരണം സെർഗോ സാറാണ് നമ്മുടെ ഷോ പ്രൊഡ്യൂസർ. സെർഗോ, ഞാൻ അതിൽ എത്ര കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ദിവസം ശില്പ ബാല ചേച്ചീൻ്റെ അടുത്ത് ഞാൻ ജീവിതാവസാനം വരെ കടപ്പെട്ടിരിക്കും. എന്താ വെച്ചാൽ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ ആങ്കറിനെ നോക്കുന്നുണ്ട്, അപ്പം നീ സെർഗോ സാറിനെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സെർഗോ സാറാണ് ഇത്രയും ഹിറ്റ് ഷോസ് ചെയ്യുന്ന ആളെന്ന് മനസ്സിലാവുന്നത്. മൂപ്പരെ ഞാൻ വിളിച്ചു. മൂപ്പരെ വിളിക്കുമ്പം സെർഗോ വിജയരാജ് എന്നുള്ള പേര്. അപ്പം ഞാൻ ഇന്നേ വരെ സെർഗോ എന്നുള്ള പേര് കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിജയരാജ് സാറല്ലേ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് പേടി, ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ മൂപ്പർക്ക് അറിയാം, മൂപ്പരെ പേര് ആരും അത്ര പെട്ടെന്ന് പറയില്ല എന്നുള്ളതുകൊണ്ട് മൂപ്പർ അതേന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു, എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ ഞാൻ പോയി. ഞാൻ അന്ന് ആദ്യം പോയപ്പം ഒരു ഇത്ര ഇറക്കുള്ള ഒരു എന്താ പറയുക ടീഷർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് സ്നീക്കേഴ്സ് ഒക്കെ ഇട്ടാണ് പോയത്. അപ്പം മൂപ്പർ കണ്ടപ്പം അതായത് ഭയങ്കര കുഞ്ഞൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ TV കാണുന്ന അത്ര ഹൈറ്റും സൈസും നമുക്കില്ലല്ലോ ശരിക്കും വരുമ്പം. അപ്പോൾ ആൾ നോക്കുമ്പോൾ ഇവളെ ഞാൻ എങ്ങനെ ആങ്കർ ആക്കും എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് മൂപ്പർ എന്നെ വിട്ടു, പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അടുത്ത തവണ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആങ്കറിനെ പോലെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഹീൽസ് ഒക്കെ ഇട്ട് സൽവാറൊക്കെ ഇട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് മുടിയൊക്കെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഞാൻ ചെന്നു, സംസാരിച്ചു. ഓഡീഷനൊന്നുമില്ല ചേച്ചി. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത് എന്നെ എങ്ങനെ ഓഡീഷനൊന്നും എടുക്കാണ്ട് എടുത്തു എന്നുള്ളതാണ്. ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തോ ഒന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അന്ന് എൻ്റെ അടുത്ത് ഇതേപോലെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. കിഷൻ സാറിനെ കണ്ടു, നമ്മുടെ ബിസിനസ് ഹെഡ് സാറിനെയൊക്കെ കണ്ട് സംസാരിച്ച് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഗെറ്റ് റെഡി ദ ബ്ലാസ്റ്റ് എന്ന്. അപ്പം ഞാൻ വെച്ചു, ഞാൻ ഒന്നാമത് മലയാളം മീഡിയമാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ടേംസ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇതെന്തോ മൂപ്പർ ഉദ്ദേശിച്ചു. അപ്പോൾ ഞാൻ അവർ തുടങ്ങാൻ പോവാന്ന് വിചാരിച്ചു. അതായത് അവർ തുടങ്ങുകയാണ് സ്റ്റാർ സിംഗർ. അപ്പോൾ ഞാൻ സൂപ്പർ എന്നുള്ള ഒരു തംസ് അപ്പ് ഇട്ട് കൊടുത്തു. മൂപ്പറിൻ്റെ അടുത്ത് ഒന്നും കൂടിയും പറഞ്ഞു ഗെറ്റ് റെഡി ദ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും മനസ്സിലായില്ല. അതിൻ്റെ അടുത്ത് പറയും ഇടി നീ ഇതിലുണ്ട്, നീയാണ് ആങ്കർ എന്ന് പറഞ്ഞു.
എനിക്ക് എൻ്റെ വീട്ടുകാർ എക്സ്പ്രസീവ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എക്സ്പ്രഷൻ കുറവാണ്. എനിക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മറ്റേ എളിമ കൊണ്ട് ഞാൻ മറ്റേ എന്താ പറയേണ്ടതെന്ന് അറിയാം, അത് അങ്ങനത്തെ ഒരു അതിലോട്ട് ഞാൻ ചിലപ്പോൾ പോകും. അപ്പോൾ മൂപ്പരിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ ആണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര എളിമയൊക്കെ കാണിച്ച് നിൽക്കുമായിരുന്നു. വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അമ്മ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനത്തെ സാധനം എനിക്ക് കാണിക്കാൻ അറിയില്ല. അപ്പം മൂപ്പരും പറഞ്ഞു, ഇത്രയും വലിയൊരു ഷോയിൽ നിന്നെ ഞാൻ ആങ്കർ ആക്കിയിട്ട് നിനക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്തത് എനിക്കിപ്പോഴും അത്ഭുതമാണ്, അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ കാണിച്ചത് എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പൊതുവേ ഒരു വലിയ സന്തോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഇങ്ങനെ കൂടുതൽ ഒതുങ്ങും. കാരണം കൂടുതൽ സന്തോഷിച്ചാൽ ഇനി എന്തെങ്കിലും അടുത്തത് ദുഃഖം വരുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് പൊതുവെ വരാറുണ്ട്. അപ്പം ഞാനങ്ങനെ കൂടുതലായിട്ട് അത് കാണിക്കാറില്ല. ഞാൻ ഓക്കെ ഇതൊക്കെ പറഞ്ഞിരിക്കും. അല്ല, ഐഡിയ സ്റ്റാർ സിംഗർ പോലെ ഒരു ഐക്കോണിക് ഷോ ആണ്. മലയാളികൾക്ക് എനിക്കൊന്നും ഐഡിയ സ്റ്റാർ സിംഗർ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല ഈ ലോകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ വർഷയ്ക്ക് പേഴ്സണലി സ്പീക്കിംഗ് നമ്മുടെ ഉള്ളിൽ എന്തായിരുന്നു ഒരു ഹേർഡിൽ എന്ന് പറയുന്നത് ഓവർകം ചെയ്യാനുള്ളത്? കാരണം നമ്മൾ പുറത്ത് കാണുന്നത് ഓഫ് കോഴ്സ് ഒരു പ്രസൻറ്റർ എന്ന നിലയ്ക്ക് നമ്മൾ, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നമുക്കത് കറക്റ്റായി പിടിക്കണം എന്നുണ്ടായിരിക്കുമല്ലോ. അതെന്തായിരുന്നു? അതായത് ചേച്ചി ഇപ്പം ഞാൻ ഈ രണ്ടാമത്തെ സീസണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം, ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ആളുകളെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്ന ഒരാളല്ല. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. അതായത് ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എല്ലാ സമയത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാം ഡീൽ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഭയങ്കര നാണമാണ് എനിക്ക് പുതിയൊരു സർക്കിൾ ഓഫ് ആൾക്കാരുടെ ഇടയ്ക്ക് കയറി ചെന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാൾ ആങ്കർ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് ഇരിക്കുന്നു, ഇവരെല്ലാവരും ഇരിക്കുന്നു, കുട്ടികളിരിക്കുന്നു, ഇവരൊക്കെ ഞാനല്ല ഓണാക്കി കൊണ്ടുവരേണ്ടത്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. പക്ഷെ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ. പിന്നെ ഞാൻ കണ്ട കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലെഗ് പുള്ളിങ് നടക്കുകയാണ് മെയിൻ. ഇത്രേ ഉള്ളൂ. ആൻഡ് പഴയ രീതി മാതിരിയല്ല, ഇപ്പം ഒരു ഫോർമൽ വേ ഓഫ് പ്രസന്റേഷൻ അല്ല, കുറച്ചുകൂടെ കാഷ്വൽ ആണ്. പിന്നെ റിയൽ മെറ്റീരിയൽ കുറേ കാണും. അതെ അല്ലേ? പഴയ എപ്പിസോഡ്സ് ഒക്കെ ഇരുന്ന് കണ്ടായിരുന്നോ ചെയ്യുന്നതിന് മുമ്പ്? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് എനിക്ക് എന്താ വലിയൊരു കാര്യം ഉണ്ടാച്ചാൽ, നമുക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ പേടി ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആരും പറയാറുണ്ടല്ലോ. അതേപോലെയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ പേടിക്കാനുള്ള ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റത്തെ എപ്പിസോഡിന് കീരവാണി സാറ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടെ. ഞാൻ അങ്ങനെ കുറേ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. എനിക്ക് ആകെ 3 കൊല്ലത്തെ റേഡിയോ എക്സ്പീരിയൻസേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഇവന്റ് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ കുറേ വലിയ വലിയ ഷോസ് ചെയ്തിട്ട് ടി വിയിൽ വന്ന ആളല്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ എക്സ്പീരിയൻസ് കുറവാണ്. എന്നെ സർഗു സാർ എടുത്തത് എന്തിനാന്ന് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി സത്യം പറയാം, ഫസ്റ്റത്തെ എൻ്റെ എപ്പിസോഡിൽ ചിത്ര ചേച്ചി, സിതാര ചേച്ചി, വിധുചേട്ടൻ, കീരവാണി സാറ്, പിന്നെ ഞങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ വലിയ വലിയ ആൾക്കാർ, ഇവരെല്ലാവരും കൂടി വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുമ്പോൾ ഒരു ഇതും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞത്, അതെനിക്ക് അന്ന് അത്രയും ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് എന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കൊരു വിവരം വേണ്ടേ ബേസിക്കായിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പൊ എങ്ങനെയൊക്കെ പോകുന്നുണ്ട്. സെറ്റാണ്, ഇപ്പോൾ സെറ്റാണ്, കംപ്ലീറ്റ്ലി സെറ്റാണ്. ഞാൻ ആ പോസ്റ്റ് കണ്ടിരുന്നു വിദ്യാപാലൻ്റെ കൂടെ. ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു അല്ലേ? ശരിക്കും അതിനകത്ത് ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയ? ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒന്നിനും കൂട്ടാറില്ല. അതായത് ഡാൻസ് അല്ലെങ്കിൽ പരിപാടിയൊക്കെ ഒന്നും. കാരണം എന്താ വെച്ചാൽ എപ്പോഴും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ സ്കൂളില് ഡാൻസ് വരുമ്പോൾ. വിശ്വസിക്കാൻ പറ്റുന്നില്ല വർഷം പോപ്പുലർ അല്ലായിരുന്നു. ചേച്ചി ഞാൻ പോപ്പുലർ ആണ് മറ്റു പല കാര്യങ്ങൾക്ക്. അതൊന്നും ആയിരുന്നില്ല. അതായത് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ക്ലാസ്സിലൊക്കെ കുറേ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തൊക്കെ വലിയ വലിയ മാഷന്മാരുടെ അടുത്തൊക്കെ പഠിച്ചിട്ടുള്ള ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ, പാട്ട് പഠിക്കുന്ന ആൾക്കാർ, മോണാക്ട് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരാണ്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഒരു ജില്ലാ മത്സരമൊക്കെ വരുമ്പം ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവരുടെ ഇടയിൽ ഇതൊന്നും പുറത്തുപോയി പഠിക്കാണ്ട് അമ്മ എഴുതി തന്ന മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും കിട്ടാറില്ല. അപ്പം ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരായിരിക്കും അവിടെ എപ്പോഴും മുമ്പിലുണ്ടാവുക. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള കാര്യം, ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പം നമ്മുടെ കറുപ്പിനഴക് വെളുപ്പിനഴക് എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയം. അപ്പം അതിൻ്റെ എന്തൊരു സ്കൂളിലൊരു പരിപാടിക്ക് ആ പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ CD-യിലാക്കി കൊണ്ടുവരാ പാട്ട്, അതുകൊണ്ട് എന്നെ ചിലപ്പോൾ കൂട്ടുമായിരിക്കില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ടീച്ചർ എന്ത് ചെയ്തു, ഞാനാണല്ലോ CD-യിലാക്കി കൊണ്ടുവരുന്ന പാട്ട്, അതുകൊണ്ട് എന്നെ മുമ്പിൽ നിർത്താമെന്ന് വെച്ചാൽ എന്നെ മുമ്പിൽ നിർത്തി. പക്ഷേ
അതായത് പ്രപഞ്ചം പോലും എനിക്ക് എതിരാണെന്നുള്ള രീതിയിൽ അന്ന് ഇടേണ്ട ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ ഒരു പാൻറ് എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇത്ര ഇറക്കുള്ള ഒരു ടോപ്പ് ഷോള്, അതിന്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ചോളി വേറെയാണല്ലോ, മറ്റേ ഇങ്ങനെ ലഹങ്ക പോലെയാണല്ലോ, ഇത് വേറെ സാധനം. ആ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അന്ന് അമ്മ വീട്ടിലില്ല. അപ്പം ഞാൻ എൻ്റെ അലമാരയിൽ നോക്കുമ്പോൾ ആ ഡ്രസ്സ് കാണാനില്ല. ആ ഡ്രസ്സ് ഇടാത്തതിൻ്റെ പേരിൽ അന്ന് എന്നെ ബാക്കിൽ നിർത്തി. അതായത് CD-യിൽ പാട്ടാക്കി കൊണ്ടുപോയിട്ടു. മനസ്സിലായോ? അപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ അത്ര വിഷമമുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒട്ടും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു കുട്ടിയല്ല. വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. വർഷം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, നമ്മൾ ബാക്ക് ബെഞ്ചസ് ആണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും, നമ്മൾ ഫ്രണ്ടിലിരിക്കുന്നവരാണെങ്കിലും ആൾക്കാർ ടീച്ചർമാരെല്ലാവരും ശ്രദ്ധിക്കും. പക്ഷെ ഈ നടുക്കിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരാർക്കും ശ്രദ്ധ കിട്ടാതെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പുറകിലല്ല, എന്നാൽ മുമ്പിലും അല്ല. എനിക്ക് ജോഗ്രഫി, ഹിസ്റ്ററി അങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് സയൻസിന് മാർക്ക് കുറവാണ്, മാത്സിന് മാർക്ക് കുറവാണ്. സയൻസിനും ഇതിനൊക്കെ മാർക്കുള്ളവരെയാണല്ലോ ആൾക്കാർ പഠിക്കുന്ന കുട്ടികളായിട്ട് അംഗീകരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഏറ്റവും പിറകിലെത്തണമെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറയണം, അതുമില്ല. കുറച്ച് മാർക്ക് എനിക്കുണ്ട്. അപ്പം ഞാൻ നടുവിലോട്ട് പോയുമ്പം ഇപ്പം അത് ചേച്ചി പറഞ്ഞില്ല, അതായത് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ അങ്ങനെ ഒരു പോപ്പുലർ അല്ല എന്നുള്ള കാര്യം. ഞാൻ ശരിക്കും 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെ, അതായത് സ്കൂളിലൊക്കെ ഒരു എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അതായത് വലിയ കാര്യമായിട്ടില്ല, ടീച്ചേഴ്സിന് ആ വർഷ പഠിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്കാണെങ്കിലും തന്നെ ആ വർഷം എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നല്ല അഭിപ്രായം ഒന്നും സത്യം പറഞ്ഞാൽ എന്നെ പറ്റി +2 വരെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെങ്ങനെയാണ് നാട്ടിൽ പോകുമ്പോൾ? ഇപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ആൾക്കാരിങ്ങനെ ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമാണ് അത്. കാരണം ചില ആൾക്കാർ പറയാറുണ്ട് പണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ തള്ളി പറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ നിൽക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് തോന്നാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇന്ന് അവരിങ്ങനെ അടുത്തേക്ക് വരുമ്പം ഞാൻ കൂടുതൽ അവരുടെ അടുത്ത് സ്നേഹം കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരെന്നെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലെവിടെ ഒരു മുറിവുണ്ടല്ലോ, നമ്മൾ അന്ന് ഇത്രയ്ക്ക് പറഞ്ഞാണെന്നുള്ളത്. അപ്പോൾ അവർ വീണ്ടും വരുമ്പം ആ കുട്ടിയാണെന്ന് തോന്നുന്നു ഉണരണത് മനസ്സിൽ നിന്ന്. അപ്പോൾ ഞാൻ അവരെ 2 കൈ കൊണ്ട് സ്വീകരിക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രശ്നം തോന്നാറില്ല പൊതുവെ.